പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭൻ എലപ്പുള്ളിയിൽ നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നു. ഒരു സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ ശക്തമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ജനശ്രദ്ധ നേടി. മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിന്റെ ഉത്തരവിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ മന്ത്രിമാരെ ബഹു എന്ന് അഭിസംബോധന ചെയ്യണമെന്ന പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിന്റെ ഉത്തരവാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ. സാധാരണയായി ഔദ്യോഗിക കത്തിടപാടുകളിൽ ഉപയോഗിക്കുന്ന ഈ പദം ഒരു ഉത്തരവിലൂടെ നിർബന്ധമാക്കിയത് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചു. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചിലർ ആരോപിച്ചു. ടി പത്മനാഭന്റെ പ്രസംഗം ഈ വിഷയത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, മന്ത്രിയെ ബഹു ചേർത്ത് വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, പോലീസ് പിടിച്ചാൽ മർദ്ദിക്കും, അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹു ചേർത്ത് വിളിക്കുന്നു. ഈ പ്രസ്താവന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിനെതിരെയുള്ള ഒരു ശക്തമായ വിമർശനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. തന്റെ വിമർശനത്തിന് മൂർച്ച കൂട്ടാൻ പത്മനാഭൻ അതിശയോക്തി കലർന്ന വാക്കുകളും ഉപയോഗിച്ചു. ജയിലിൽ പോയാൽ പോലീസുകാരുടെ ഒറ്റയടിക്ക് ചത്തുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു.